നമസ്കാരം, എല്ലാവർക്കും പരിസ്ഥിതി ദിന ക്യുസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പരിസ്ഥിതി ദിനമായിരുന്നു. അപ്പോൾ ഇന്ന് പല സ്കൂളുകളിലും ഒക്കെ ക്യുസ് നടത്തിയിരുന്നു. ഓൺലൈനായിട്ടാണ് ഇപ്പോൾ നടത്തുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്കൊന്ന് പഠിച്ചു പോകാം. 2021 പരിസ്ഥിതി ദിന സന്ദേശം എന്ത്? 2021 പരിസ്ഥിതി ദിന സന്ദേശം എന്താണ്? പരിസ്ഥിതി പുനഃസ്ഥാപനം, എക്കോസിസ്റ്റം റിസ്റ്റോറേഷൻ. എക്കോസിസ്റ്റം റിസ്റ്റോറേഷൻ ആണ്. അടുത്ത ചോദ്യം, 2021 പരിസ്ഥിതി ദിന ആതിഥേയ രാജ്യമേത്? 2021 പരിസ്ഥിതി ദിന ആതിഥേയ രാജ്യം ഏതാണ്? പാകിസ്ഥാനാണ്. പരിസ്ഥിതി സംരക്ഷണത്തിന് നേതൃത്വം നൽകുന്ന ഐക്യരാഷ്ട്ര ഏജൻസി ഏതാണ്? പരിസ്ഥിതി സംരക്ഷണത്തിന് നേതൃത്വം നൽകുന്ന ഐക്യരാഷ്ട്ര ഏജൻസി UNEP ആണ്. UNEP. ഇന്ത്യയിൽ ആദ്യമായി ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് തെന്മലയാണ്. ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം സ്ഥാപിച്ചത് വങ്കാരി മാതായ്. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യമേതാണ്? പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യമേതാണ്? കരിമ്പാണ് പുഷ്പിച്ചാൽ വിളവ് കുറയുന്നത്. അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏത് പുഴയിലാണ്? അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. ചാലക്കുടി പുഴ. സസ്യങ്ങൾക്ക് ജീവനുണ്ട് എന്ന് ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാര്? സസ്യങ്ങൾക്ക് ജീവനുണ്ട് എന്ന് ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജഗദീഷ് ചന്ദ്രബോസ്. പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകം ഏത്? പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകം ഏതാണ്? ഡയോക്സിൻ ആണ്. ഡയോക്സിൻ. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ്. കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനശാഖയുടെ പേര്? കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനശാഖയാണ് മെറ്റീരിയോളജി. കേരളത്തിൽ കണ്ടൽ വനങ്ങൾ ഏറ്റവും അധികമുള്ള ജില്ല? കണ്ണൂരാണ് കേരളത്തിൽ കണ്ടൽ വനങ്ങൾ ഏറ്റവും അധികമുള്ള ജില്ല. എന്നാണ് ലോക ജലദിനം? ജലദിനം മാർച്ച് 22 മാർച്ച് 22. പുല്ലുകളെ കുറിച്ചുള്ള പഠനശാഖയുടെ പേരെന്ത്? അഗ്രസ്റ്റോളജി. പുല്ലുകളെ കുറിച്ചുള്ള പഠനശാഖയാണ് അഗ്രസ്റ്റോളജി. കറുത്ത വജ്രം എന്നറിയപ്പെടുന്നത് ഏത് വസ്തുവാണ്? കൽക്കരിയാണ് കറുത്ത വജ്രം എന്ന് അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും ഉള്ള കേരളത്തിലെ ജില്ല ഏത്? ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളുമുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്ത. വേമ്പനാട് കായലിന് നടുവിലുള്ള പ്രസിദ്ധമായ ദ്വീപ് ഏത്? വേമ്പനാട് കായലിന് നടുവിലുള്ള പ്രസിദ്ധമായ ദ്വീപ് ഏതാണ്? പാതിരാമണൽ ദ്വീപാണ്. മണ്ണുകൊണ്ട് നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏത്? മണ്ണുകൊണ്ട് നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ ഡാമാണ് ബാണാസുര സാഗർ ഡാം. കാടെവിടെ മക്കളെ, മേടെവിടെ മക്കളെ, കാട്ടുപൂഞ്ചോലയുടെ കുളിരെവിടെ മക്കളെ. ആരുടേതാണ് ഈ വരികൾ? അയ്യപ്പ പണിക്കർ, അദ്ദേഹത്തിൻ്റെതാണ് ഈ വരികൾ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാപ്പി ലേണിംഗ്.